ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 5-ലെ കൺസ്ട്രൈൻഡ് മാക്സിമ ആൻഡ് മിനിമ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. യൂസിങ് ലഗ്രാഞ്ചി മൾട്ടിപ്ലേഴ്സ് വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൺസ്ട്രൈൻഡ് മാക്സിമ ആൻഡ് മിനിമ നോക്കിയാലോ. എന്താണ് കൺസ്ട്രൈൻഡ് മാക്സിമ ആൻഡ് മിനിമ? അതായത് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ഈ എഫ് ഓഫ് എക്സ് വൈൻ്റെ എക്സ്ട്രീം വാല്യൂസ്, എഫ് ഓഫ് എക്സ് വൈൻ്റെ എന്താണ് നമുക്ക് വേണ്ടത്? എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും മിനിമം വാല്യൂ ആകാം, അതുപോലെ തന്നെ മാക്സിമം വാല്യൂ ആകാം. എക്സ്ട്രീം വാല്യൂസ് അത് മിനിമം ആകാം, മാക്സിമം ആകാം. ഓക്കെ, എവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയാവോ? സബ്ജക്റ്റ് ടു ദ കൺസ്ട്രൈൻറ്റ് ജി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫംഗ്ഷൻ നമുക്ക് തരും. അത് നമ്മൾ കൺസ്ട്രൈൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ എക്സ്ട്രീം വാല്യൂസ് സബ്ജക്റ്റ് ടു ദ കൺസ്ട്രൈൻറ്റ് ജി ഓഫ് എക്സ് വൈ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് യൂസിങ് ലഗ്രാഞ്ചി മൾട്ടിപ്ലയർ വെച്ചിട്ട്. മനസ്സിലായോ? എഫ് ഓഫ് എക്സ് വൈൻ്റെ വാല്യൂ, അതിൻ്റെ എക്സ്ട്രീം വാല്യൂസ്, ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന വേറൊരു കൺസ്ട്രൈൻറ്റ് മീൻസ് അനദർ ഫംഗ്ഷൻ. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് എക്സ് വൈൻ്റെ മാക്സിമം അതുപോലെ തന്നെ മിനിമം വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? യൂസിങ് ലഗ്രാഞ്ചി മൾട്ടിപ്ലയർ വെച്ചിട്ടാണ്. ഇപ്പോൾ ലഗ്രാഞ്ചി മൾട്ടിപ്ലയർ വെച്ചിട്ടായതുകൊണ്ട് തന്നെ വി ഹാവ് എ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ എന്ന് പറയുന്നതാണ് ലാംഡ. ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ ഈസ് നത്തിങ് ബട്ട് ലാംഡ. ഓക്കെ, ദെൻ ഇനി ഈ എഫ് ഓഫ് എക്സ് വൈയും ജി ഓഫ് എക്സ് വൈയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് ഈ ഒരു ലഗ്രാഞ്ചി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് കേട്ടോ. സോ ഡെൽ എഫ് അതിങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഡെൽ എഫ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി. ഡെൽ എഫ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ലാംഡ ഡെൽ ജി. ഓക്കെ, ആൻഡ് ജി ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 0. ഓക്കെ, അതായത് നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ എക്സ്ട്രീം വാല്യൂ വേറൊരു കൺസ്ട്രൈൻറ്റ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. കൺസ്ട്രൈൻറ്റ് സബ്ജക്റ്റ് ടു ദ കൺസ്ട്രൈൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇത് രണ്ടും, ഈ എഫ് ഓഫ് എക്സ് വൈയും ജി ഓഫ് എക്സ് വൈയും തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ഷൻ ഇക്വേഷനാണ് ഡെൽ എഫ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി. ലാംഡ എന്ന് പറയുന്നതാണ് എന്ത്? വേർ ലാംഡ ഈസ് ലഗ്രാഞ്ചി മൾട്ടിപ്ലയർ. എന്താണ് ലഗ്രാഞ്ചി മൾട്ടിപ്ലയർ എന്നാണ് പറയുന്നത്. എന്താണ് ലഗ്രാഞ്ചി മൾട്ടിപ്ലയർ? ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്ത് വെച്ചോ കേട്ടോ. നമുക്കിനി പ്രോബ്ലം ചെയ്യാം, അന്നേരം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. നോക്കിക്കേ, ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂസ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ ടേക്സ് ഓൺ ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 8 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് വാല്യൂസ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ ടേക്സ് ഓൺ ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 8 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു 1. ഇന്നെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗിവൺ എഫ് ഓഫ് എക്സ് വൈ എടുത്ത് എഴുതുക. ഗിവൺ നമുക്ക് എന്താ തന്നേക്കുന്നത്? എഫ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എന്താ? എക്സ് വൈ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് ജി ഓഫ് എക്സ് വൈ. ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് ഈ കൺസ്ട്രൈൻറ്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. So g of x comma y which is equal to എന്താ? x square by 8 plus y square by 2 equal to 1. Okay, x square by 8 plus y square by 2 which is equal to 1. ഇതാണ് നമ്മുടെ എന്ത്? കൺസ്ട്രൈൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കൺസ്ട്രൈൻറ്റ് ഇക്വേഷനെ നമ്മൾ എങ്ങനെ എഴുതും? നോക്കിക്കേ, ജി ഓഫ് എക്സ് കോമ വൈ is equal to x square by 8 plus y square by 2
ഈക്വൽ ടു 1 ഇല്ലേ, ഞാൻ എൽ എച്ച് എസിലോട്ട് എടുത്തേ. അപ്പോൾ അന്നേരം നമുക്ക് -1 വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഇക്വേറ്റ്. അതായത് ഈ ഒരു ടേം g of xy ഈക്വൽ ടു 0 ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? x²/8 പ്ലസ് y²/2 -1 ഈക്വൽ ടു 0. അപ്പോൾ ആദ്യം നിങ്ങൾ എഫ് ഓഫ് എക്സ് വൈ എടുത്തെഴുതുക. നെക്സ്റ്റ് ജി ഓഫ് എക്സ് വൈ ആ ഒരു കൺസ്ട്രെയിൻറ്റ് നിങ്ങൾ എടുത്തെഴുതുക. അവിടെ നിന്ന് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? എന്ത് എഴുതണം? കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. അതായത് ഈ ഒരു ഫോമിലായിരിക്കും നമുക്ക് കിട്ടുക, തന്നിട്ടുണ്ടാവുക. അതിനെ ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ ഒരു ഫോമിലോട്ട് നിങ്ങൾ മാറ്റി എഴുതണം. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെൽ എഫ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി ആണ്. അതായത് എഫ് ഓഫ് എക്സ് വൈ എഴുതി, ജി ഓഫ് എക്സ് വൈ എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡെൽ എഫിനെ ഡെൽ ജി ആയിട്ട് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. എഫിന് ജി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു യൂസിങ് ദ മൾട്ടിപ്ലെയർ ലാംഡ. ഓക്കെ, ലഗ്രാഞ്ചി മൾട്ടിപ്ലെയർ മെത്തേഡ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എഫിന് ജി ആയിട്ട് കണക്ട് ചെയ്യുന്നത് ആ ഒരു ലഗ്രാഞ്ചി മൾട്ടിപ്ലെയർ വെച്ചിട്ടാണ്. ഡെൽ എഫ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി. ഓക്കെ, ഇനി നമുക്കിനി ഡെൽ എഫ് കാൽക്കുലേറ്റ് ചെയ്യണം, ഡെൽ ജി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡെൽ എഫ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. സോ വാട്ട് ഈസ് ഡെൽ എഫ്? ഡെൽ എഫ് എന്ന് പറയുന്നത് എന്താ? ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ. വാട്ട് ഈസ് ഡെൽ എഫ്? ഡെൽ എഫ് ഇസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ. Now we have to calculate del f. Del f ന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ del f is equal to എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് വാട്ട് ഈസ് എഫ്? എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് വൈ ആണ് അല്ലേ, ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ ഇൻറ്റു ജെ. റൈറ്റ്, ഇങ്ങനെയല്ലേ വരുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ അവിടെ എന്താ കോൺസ്റ്റൻറ്റ്? വൈ കോൺസ്റ്റൻ്റ് ആണ്. സോ വൈ നമുക്ക് പുറത്തെടുക്കാം. ദെൻ ഡോ എക്സ് ബൈ ഡോ എക്സ് വിൽ ബി 1 ഇൻറ്റു ഐ ബിക്കംസ് വൈ ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ. ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് അവിടെ എന്താണ് കോൺസ്റ്റൻറ്റ്? എക്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതങ്ങ് പുറത്തെടുക്കുക. ദെൻ ഡോ വൈ ബൈ ഡോ വൈ വിൽ ബി 1 ഇൻറ്റു ജെ ബിക്കം ജെ. നമുക്ക് ഡെൽ എഫ് കിട്ടിയിട്ടുണ്ട്. ഡെൽ എഫ് ഈക്വൽ ടു വൈ ഐ പ്ലസ് എക്സ് ജെ. ഓക്കെ, ഇനി എന്താ നമുക്ക് വേണ്ടത്? നമുക്കിനി വേണ്ടത് ഡെൽ ജി. ഡെൽ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗ്രേഡിയൻറ്റ് ഓഫ് ദ ഫംഗ്ഷൻ ജി ആണ്. ഗ്രേഡിയൻറ്റ് ഓഫ് ദ ഫംഗ്ഷൻ ജി ആണ്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, del g. So del g which is equal to dou g by dou x into I plus dou g by dou y into j plus dou g by dou z into k. Then here നമുക്ക് ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താ? വാട്ട് ഈസ് ജി ഓഫ് എക്സ് വൈ? ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് x²/8 പ്ലസ് y² by 2 ആണല്ലോ. 2 -1 അങ്ങനെ വരുന്നത്. ഓക്കെ, ഇത് എഴുതിയിട്ടുണ്ട്. നൗ നമ്മൾ ഡോ ജി ബൈ ഡോ എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡോ ജി ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് വാട്ട് ഈസ് ജി? ജീൻ്റെ വാല്യൂ x²/8 പ്ലസ് y²/2 മൈനസ് 1. ഓക്കെ, പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് x²/8 പ്ലസ് y²/2 മൈനസ് 1. സെഡിൻ്റെ വേരിയബിൾ ഇല്ല, അതുകൊണ്ട് നമുക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ടേം നമുക്ക് ആവശ്യമില്ല.
സോ വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 8 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 മൈനസ് 1 എന്ന് പറയുന്നത് എന്താ, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 8 ചെയ്യുമ്പോൾ 1/8 നമുക്ക് കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാം അല്ലേ. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ 2x. ബാക്കി ഈ വൈ സ്ക്വയർ ബൈ 2 മൈനസ് 1ൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് 0 ആണ്. ഓക്കെ, സോ 3 ഇൻറ്റു ഐ റൈറ്റ് plus dou by dou y of x square by 8 plus y square by 2 minus 1. അപ്പോൾ dou by dou y of x square by 8 plus y square by 2 minus 1 എന്ന് പറയുമ്പോൾ ഈ x square by 8 minus 1 കോൺസ്റ്റൻ്റ് ആണ്, y square by 2 ആണ് നമ്മുടെ വേരിയബിൾ ആയിട്ട് വരുന്നത്. സോ dou by dou y of y square by 2 എന്ന് പറയുന്നത് എന്താ 2y divided by 2. ഇവിടെ ഒരു j ഇവിടെ ഉണ്ട്, j. ഓക്കെ, so is equal to 2 8 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് 4x by 4 into I plus 2 കട്ട് ചെയ്യുമ്പോൾ y into j. ഓക്കെ, ഇത് നമുക്ക് എന്താ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, del f is equal to lambda into del g ആണല്ലോ. അപ്പോൾ del fൻ്റെ വാല്യൂ നമ്മൾ ആൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, വാട്ട് ഈസ് del f നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, del fൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ജെ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയത് വൈ ഐ പ്ലസ് എക്സ് ജെ റൈറ്റ്, which is equal to lambda into നമുക്ക് എന്താ കിട്ടിയത് del g ൻ്റെ വാല്യൂ എന്താ lambda into x by 4 ഇങ്ങനെ വരുന്നത്, lambda into x by 4 into I plus y into j ആണല്ലോ. സോ y I plus x j which is equal to lambda x by 4 into I plus lambda y into j. ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഓക്കെ, ഇത്ര നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാംഡയും ഈ എക്സ് വൈയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, ഈ വൈയും ഈ ഇവിടെ ഇല്ലേ ഈ ഐൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ y ആണ്, ഇവിടെ ഐൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ലാംഡ എക്സ് ബൈ 4. ഇതൊരു വെക്ടറാണ്, ഇതും ഒരു വെക്ടറാണ്. രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആകുന്ന എപ്പോഴാണ്, അതിൻ്റെ ഈ യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ സെയിം ആണെങ്കിൽ മാത്രമേ ഈക്വൽ ആവത്തുള്ളൂ അല്ലേ. സോ വൈ ഐ പ്ലസ് എക്സ് ജെ ഈക്വൽ ടു ലാംഡ എക്സ് ബൈ 4i പ്ലസ് ലാംഡ വൈ ജെ റൈറ്റ്. അപ്പോൾ നമുക്കിതിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, y ഈക്വൽ ടു ലാംഡ എക്സ് ബൈ 4 എന്ന് എഴുതാം ആണല്ലോ. അതുപോലെ തന്നെ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു വൈ, എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് ലാംഡ ഇൻറ്റു വൈ എന്ന് എഴുതാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി, ലാംഡ വൈ കിട്ടി. അതെടുത്ത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അന്നേരം നമുക്ക് വൈ ഈക്വൽ ടു ലാംഡ ബൈ 4 ഇൻറ്റു എക്സ്, എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഡ ഇൻറ്റു വൈ ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു ലാംഡ square by 4 into 5. So y minus lambda square by 4 into y equal to 0. That is 1 minus lambda square by 4 into y equal to 0. ഓക്കെ, ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ y ഈക്വൽ ടു 0 ആകണം, അല്ല എന്നുണ്ടെങ്കിൽ 1 മൈനസ് ലാംഡ ഓർ 1 മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 എന്ന് പറയുന്നത് എന്തായിരിക്കണം 0 ആകണം. ഒന്നുകിൽ y ഈക്വൽ ടു 0 ആകാം, അല്ലെങ്കിൽ 1 മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 0 ആകാം. സോ 1 മൈനസ് ലാംഡ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 0 ആകുമ്പോൾ 1 ഈക്വൽ ടു ലാംഡ സ്ക്വയർ ബൈ 4 ആണല്ലോ. സോ ലാംഡ സ്ക്വയർ ഈക്വൽ ടു 4 ആൻഡ് ലാംഡ ഈക്വൽ ടു എന്താ പ്ലസ് ഓ മൈനസ്
2. അപ്പോൾ ലാംഡേൻ്റെ വാല്യൂ എന്ത് കിട്ടും? +or-2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഈ 4നെ ഇങ്ങോട്ട് നിങ്ങൾ ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാംഡ സ്ക്വയർ ഈക്വൽ ടു 4 ആൻഡ് ലാംഡ ഈക്വൽ ടു +or-2. നമുക്ക് y ഈക്വൽ ടു 0 കിട്ടി. ലാംഡേൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ +or-2 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ എയിം എന്താണ്? മാക്സിമം ആയിട്ട് മിനിമം വാല്യൂ ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് എക്സ് വൈ ഓൺ ദ ഗിവൺ കൺസ്ട്രെയിൻറ്റ് ജി ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോർഡിനേറ്റ്സ് ആവശ്യമാണ്. അതായത് എക്സിൻ്റെ വൈൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അത് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടീഷൻ ഉണ്ട്. എന്താ? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 0. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? y നോട്ട് ഈക്വൽ ടു 0 ദെൻ ലാംഡ ഈക്വൽ ടു +or-2. y ഈക്വൽ ടു 0 ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് y നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ലാംഡ ഈക്വൽ ടു +or-2. ഓക്കെ, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇഫ് y ഈക്വൽ ടു 0, y ഈക്വൽ ടു 0 വരുമ്പോൾ നമുക്ക് എന്താ നമുക്ക് കിട്ടിയ നേരത്തെ വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് λ/4x എന്നും എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ λy എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത്. ഇനി ഇവിടെ വൈൻ്റെ വാല്യൂ 0 ആകുമ്പോൾ വാട്ട് വിൽ ബി എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ 0 തന്നെ ആയിരിക്കും വരിക, അല്ലേ? ഇനി നമ്മൾ മൂവിങ് ടു ദ എലിപ്സ്. നമുക്ക് എവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്? എലിപ്സിൽ പോയിന്റ് ആണോ ഇതെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മുടെ എലിപ്സ് എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നതാണ് എലിപ്സ്. അതായത് ആ എലിപ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x² / 8 പ്ലസ് y² / 2 -1 വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 0. x² / 8 പ്ലസ് y² / 2 -1 വിച്ച് ഇസ് ഈക്വൽ ടു 0, അല്ലേ? y ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ വൈയുടെയും എക്സിൻ്റെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക കുട്ടികളെ? ഇവിടെ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ 0 പ്ലസ് 0 -1 വിച്ച് ഇസ് ഈക്വൽ ടു 0. അതായത് -1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അങ്ങനെ ഒരു കണ്ടീഷൻ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല, അല്ലേ? അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് y ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് എവിടെ ഇല്ല? ഈ എലിപ്സ് എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ ഈ കൺസ്ട്രെയിനിലെ പോയിന്റ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ y ഈക്വൽ ടു 0 നമ്മൾ ഫസ്റ്റ് കേസ് ആയിട്ടുള്ള y ഈക്വൽ ടു 0 കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? y ഈക്വൽ ടു 0 കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 0 കിട്ടും. അപ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും x, y ഏതായിരിക്കും? 0, 0 ആയിരിക്കും, അല്ലേ? അപ്പോൾ 0, 0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഓൺ ദ എലിപ്സ്. നമുക്ക് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. -1 നോട്ട് ഈക്വൽ ടു 0 ആണ്, അല്ലേ? അപ്പോൾ -1 ഒരിക്കലും ഈക്വൽ ടു 0 ആവത്തില്ല, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 0, 0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഓൺ ദ എലിപ്സ്, നമ്മുടെ ഗിവൺ എലിപ്സിലെ പോയിന്റ് അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ y ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്തല്ല? ട്രൂ അല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം? If y ഈക്വൽ ടു 0 then x is equal to 0. But y equal to 0 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0 തന്നെയാണ്. ബട്ട് ദ പോയിന്റ് 0, 0 is not on the ellipse. It is not on the ellipse. Hence നമുക്ക് എന്ത് പറയാം? y നോട്ട് ഈക്വൽ ടു 0 ആയേ പറ്റത്തുള്ളൂ. y never be equal to 0. y should not equal to 0, കേട്ടോ? ക്ലിയർ? അപ്പോൾ നമ്മളിനി കേസ് 2 പോവുകയാണ്. അപ്പോൾ കേസ് 2 എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ നേരത്തെ ഇവിടെ ലാംഡയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 1 - λ² / 4 y ഈക്വൽ ടു 0 ചെയ്തപ്പോൾ ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് +or-2 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത്. ആണല്ലോ, +or-2 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മളിനി ആ ഒരു കണ്ടീഷൻ കൺസിഡർ ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ കേസ് 2 എന്ന് പറയുന്നത് എന്താ? കേസ് 2. വാട്ട് ഈസ് കേസ് 2? കേസ് 2 എന്ന് പറയുന്നത് ഇഫ് y നോട്ട് ഈക്വൽ ടു 0, വൈൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0യും then
lambda equal to plus or minus 2, then what will be y and x? We know y equal to എന്താ, y equal to lambda by 4 into x ആണ്. Case 1. ഇതിനകത്ത് നമുക്ക് ലാംഡയുടെ വാല്യൂ പ്ലസ് ഓ മൈനസ് 2 ഉണ്ട്. ദാറ്റ് ഇസ് ലാംഡ ഈക്വൽ ടു 2 ഉണ്ട്, ലാംഡ ഈക്വൽ ടു മൈനസ് 2 ഉണ്ട് ആണല്ലോ. വെൻ ലാംഡ ഈക്വൽ ടു 2, ലാംഡയുടെ വാല്യൂ 2 ആകുമ്പോൾ y ഈക്വൽ ടു 2 by 4 into x ആണല്ലോ. 2 by 4 into x. ദാറ്റ് ഈസ് ഈ 2 4ഉം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, y ഈക്വൽ ടു x by 2. ഓക്കെ, that is x, which implies x is equal to 2y. x is equal to 2y. First case ആണ് when lambda equal to 2. When lambda equal to 2, x is equal to 2y എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് when lambda equal to minus 2. When lambda equal to minus 2. അടുത്ത കേസ് നോക്കിക്കേ, when lambda equal to minus 2. Lambda in the value minus 2 ആകുമ്പോൾ y equal to what? Y equal to lambda by 4 into x ആണല്ലേ. Then what is lambda? Lambda is minus 2. So y equal to minus 2 by 4 into x. x minus 2 by 4 കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് minus 1 by 2 ആണ് കിട്ടുന്നത്. That is y equal to minus 1 by 2 into x. അതായത് minus x by 2. Otherwise we can say that x is equal to minus 2y. ഇപ്പോൾ രണ്ട് കേസസ് ഉണ്ട്. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പ്ലസ് 2yയും വരാം, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 2yയും വരാം, ഇനി ഈ രണ്ട് വാല്യൂസും നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? നമ്മുടെ കൺസ്ട്രെയിൻഡ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ്സ് എടുക്കാം കേട്ടോ. ആ ഒരു കൺസ്ട്രെയിനിലുള്ള എക്സ് വൈൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് എടുക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു 2yയും കിട്ടി, എക്സ് ഈക്വൽ ടു മൈനസ് 2yയും കിട്ടി. നെക്സ്റ്റ്, സോ വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് പറയുന്നത് പ്ലസ് ഓ മൈനസ് 2y നമുക്ക് എഴുതിക്കൂടെ? x is equal to here, x is equal to 2y, here x is equal to minus 2y. Combine this together, we can write x is equal to plus or minus 2y. Okay, so x is equal to plus or minus 2y. Substitute in the equation, g of xy. So what is g of xy? നമ്മുടെ g of xy എന്ന് പറഞ്ഞാൽ x square by 8 plus y square by 2 which is equal to 1. x square by 8 plus y square by 2 which is equal to 1 ആണല്ലോ. then what is x? xൻ്റെ വാല്യൂ പ്ലസ് ഓ മൈനസ് 2y ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് അവിടുന്ന് yൻ്റെ വാല്യൂ എടുക്കാം. ഓക്കെ, സോ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിൻ്റെ വാല്യൂ പ്ലസ് ഓ മൈനസ് 2y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് ഓ മൈനസ് 2y the whole square divided by 8 plus y square by 2 which is equal to 1. Right, plus or minus 2y in the square, plus or minus 2y the whole square which is equal to 4 into y square അല്ലേ. plus or minus 2y in the square നിങ്ങൾ എടുത്തേ, plus 2y in the square 4y square തന്നെ, minus 2y in the square 4y square. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ ആൻസർ കിട്ടുക? 4y square by 8 plus y square by 2 which is equal to 1. ഈ 4ഉം 8ഉം കട്ട് ചെയ്യുക, അന്നേരം നമുക്ക് എന്ത് കിട്ടും? y square by 2 plus y square by 2 which is equal to 1. y square by 2 plus y square by 2 എന്ന് പറയുന്നത് എന്താണ്? 2y square by 2 ആണ്. അതായത് 2y square by 2. അന്നേരം 2y square by 2 എന്ന് പറഞ്ഞാൽ y square ആണ്. y square is equal to 1. നമുക്ക് കിട്ടിയ എന്താണ്? y square equal to 1 എന്ന് പറഞ്ഞിട്ട് y square equal to 1. then what will be y? yൻ്റെ വാല്യൂ എന്തായിരിക്കും? y square 1 ആകുമ്പോൾ yൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? y will be plus or minus 1. അപ്പോൾ yൻ്റെ വാല്യൂ plus or minus 1 കിട്ടി. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? when y equal to plus or minus 1, then what is x? x is equal to plus or minus 2y അല്ലേ. x നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താ ഇവിടെ കിട്ടിയത്? ഇത് കിടപ്പുണ്ട്. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് +or -2y. x equal to +or -2y and y equal to, yൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? yൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? +or -1. ഓക്കെ, x is equal to +or -2y. ഓക്കെ, കിട്ടി. y equal to +or -1 കിട്ടി, x is equal to +or -2y കിട്ടി. ഇനി നമുക്കിനി കറസ്പോണ്ടിങ് എന്താ വേണ്ടത്? എക്സ്ട്രീം വാല്യൂസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ എക്സ്ട്രീം വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എക്സ്ട്രീം വാല്യൂസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോർഡിനേറ്റ്സ് എടുക്കണം. XY കോർഡിനേറ്റ്സ് എടുക്കണം. നമുക്കിവിടെ കിട്ടിയേക്കുന്നത് yൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ഉണ്ട്, -1 ഉണ്ട് ആണല്ലോ. ഇനി നമ്മുടെ എക്സിൻ്റെ വാല്യൂയോ? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് x is equal to -2y ഉണ്ട്, +2y ഉണ്ട് അല്ലേ? yൻ്റെ വാല്യൂ 1 -1, എക്സിൻ്റെ വാല്യൂ -2y +2y, റൈറ്റ്? ഇനി നോക്കിക്കേ, കോർഡിനേറ്റ്സ് നമുക്ക് എടുക്കാം. വെൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ -2y ആകുന്ന സമയത്ത് നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? വെൻ എക്സ് ഇസ് ഈക്വൽ ടു -2y, y ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ y ഈക്വൽ ടു 1 ആകുമ്പോൾ -2 × 1, ദാറ്റ് ഈസ് -2, റൈറ്റ്? ഇനി എക്സ് ഇസ് ഈക്വൽ ടു +2y ആണല്ലോ. y ഈക്വൽ ടു 1 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 × 1, ദാറ്റ് ഈസ് 2, കറക്റ്റ്? ഇനി അടുത്ത് വെൻ y ഈക്വൽ ടു -1, വാട്ട് ഈസ് എക്സ്? -1 ആകുമ്പോൾ -2 × -1, ദാറ്റ് ഈസ് 2. വെൻ y ഈക്വൽ ടു -1, എക്സ് ഇസ് ഈക്വൽ ടു 2y ആകുന്ന കേസിൽ നമുക്ക് എന്ത് കിട്ടും? 2 × -1, വാല്യൂ വിൽ ബി -2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ പോയിന്റ്സ് ആയിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. പ്രോബ്ലം കുറച്ച് ലെങ്തിയാണ്, പക്ഷെ നിങ്ങൾ 1-2 തവണ ചെയ്ത് പഠിക്കുമ്പോൾ ക്ലിയർ ആയിക്കോളും. ഓക്കെ, പോയിന്റ്സ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കോർഡിനേറ്റ്സ് ആയിട്ട് എഴുതുന്നത്? x, y ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പോൾ x, y നമ്മൾ എഴുതുമ്പോൾ ഇവിടെ എഴുതരാവേ. x, ഇത് y, x, y. സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -2, ഞാനിവിടെ എടുക്കുകയാണ്. -2 ആകുമ്പോൾ -2, വൈൻ്റെ വാല്യൂ 1, ദെൻ ഇവിടെ എക്സിൻ്റെ വാല്യൂ 2 ആയപ്പോൾ വൈൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അടുത്ത വാല്യൂ നോക്കിക്കേ. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ -1. എക്സിൻ്റെ വാല്യൂ -2 ആകുന്ന കേസിൽ വൈൻ്റെ വാല്യൂ എന്താണ്? -1 ആണ്. ഇത്രയാണ് നമ്മുടെ പോയിന്റ്സ്, നമുക്ക് കിട്ടിയേക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? -2 ഉണ്ട്, +2 ഉണ്ട് അല്ലേ? വൈൻ്റെ വാല്യൂ -1 ഉണ്ട്, +1 ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. +or -2, 1, അതുപോലെ തന്നെ +or -2, -1 എന്ന് എഴുതാം. ഓക്കെ, നമ്മുടെ പോയിന്റ്സിന്, അതായത് ഇവിടെ എക്സിൻ്റെ വാല്യൂ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വെൻ y ഈക്വൽ ടു 1, വൈൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ -2 ഉണ്ട്, +2 ഉണ്ട് അല്ലേ? അപ്പോൾ അത് നമുക്ക് +or -2, 1 എന്ന് എഴുതിക്കൂടെ? അതുപോലെ വെൻ y ഈക്വൽ ടു -1 ആകുന്ന കേസിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2ഉം അതുപോലെ തന്നെ 2ഉം -2 ആണ്. അപ്പോൾ അതിന് +or -2, -1 ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് എക്സ്ട്രീം വാല്യൂസ് കണ്ടുപിടിക്കണം. എക്സ്ട്രീം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ നമുക്ക് വേണം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ ഇല്ലേ, f(x, y), അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. f(x, y) എന്ന് പറയുന്നത് xy എന്നാണ് തന്നേക്കുന്നത് ആണല്ലോ. ഈ എക്സും y നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതിക്കേ. എക്സ് വൈ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിക്കേ. -2 × 1 ചെയ്യുമ്പോൾ -2, 2 × 1 ചെയ്യുമ്പോൾ 2, 2 × -1 ചെയ്യുമ്പോൾ -2, -2 × -1 ചെയ്യുമ്പോഴത്തേക്കും 2. ഓക്കെ, അപ്പോൾ XY ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? XYൻ്റെ വാല്യൂ നമുക്ക് 2 വാല്യൂസ് കിട്ടിയല്ലേ? -2 ഉണ്ട്, +2 ഉണ്ട്. അപ്പോൾ f(x, y)ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എക്സ്ട്രീം വാല്യൂസ്. ദ എക്സ്ട്രീം വാല്യൂസ് ആർ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത്. വാല്യൂസ് ആ എന്താണ് എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത്? xy ഈക്വൽ ടു 2, അടുത്ത് xy ഈക്വൽ ടു -2. xyൻ്റെ വാല്യൂ നമുക്ക് 2 വരാം, xyൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -2,
വരാം. ഇതാണ് എക്സ്ട്രീം വാല്യൂസ്. ഒന്ന് മാക്സിമം വാല്യൂ ആണ്, ഒന്ന് മിനിമം വാല്യൂ ആണ്. ഓക്കെ, ഇത് കുറച്ച് ലെങ്തി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. 1-2 തവണ ഒന്ന് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.